നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് UGC നെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2017 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇവിടെ ഒരു ചേരുംപടി ചേർക്കാനുള്ള ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. അതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. ഏതാ നോക്കാം. അവിട്ടത്തൂർ ശാസനം ക്രിസ്തുവർഷം 937, തിരുവമ്പാടി ശാസനം 1184, തിരുനെല്ലി പട്ടയം 1008, തരിസാപ്പള്ളി ചെപ്പേട് 849. അവിട്ടത്തൂർ ശാസനം 937, തിരുവമ്പാടി ശാസനം 1184, തിരുനെല്ലി പട്ടയം 1008, തിരുസാപ്പള്ളി ചെപ്പേട് ഏതാണ് 849. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7 കടലിനപ്പുറത്തിരുമ്പറക്കുള്ളിലിരുന്നാലും യമരാജദൂതൻ വന്താലിൻ്റെയാൽ വിടുവാരോ. അത് ഏതിലെ വരികളാണ്? ഇരവിക്കുട്ടിപ്പിള്ള പോലെയാണ്. അതെന്താണ്? 7 കടലിനപ്പുറത്ത് ഒരു ഇരുമ്പറക്കുള്ളിൽ പോയിരുന്നാലും കാലം വന്നാൽ നമ്മളെ പിടിച്ചുകൊണ്ട് പോകുന്നുള്ളത്. അടുത്തത് കാര്യമാണ് തന്നിരിക്കുന്നത്. തമിഴിലെ കിളിവിടുത്തത്തിൽ നിന്ന് മലയാളത്തിലെ കിളിപ്പാട്ട് വ്യത്യസ്തമാണ്. അതിൻ്റെ കാരണമാണ് പറയുന്നത്. തമിഴിലെ കിളിവിടുത്തത്തിൽ കിളി ശ്രോതാവും കിളിപ്പാട്ടിൽ കിളി വക്താവുമാണ്. ബി, തമിഴിലെ കിളിവിടുത്തത്തിൽ കിളിയുടെ സാന്നിധ്യമല്ല, കിളിപ്പാട്ടിൽ അതുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ കറക്റ്റായിട്ട് വരുന്നത്? കാര്യവും കാരണം എയുമാണ് ശരി. എന്താണ്? തമിഴിലെ കിളിവിടുത്തത്തിൽ നിന്ന് മലയാളത്തിൽ കിളിപ്പാട്ട് വ്യത്യസ്തമാണ്, അത് കറക്റ്റാണ്. തമിഴിലെ കിളിവിടുത്തത്തിൽ കിളി ശ്രോതാവും കിളിപ്പാട്ടിൽ കിളി വക്താവുമാണ്. അടുത്ത് നോക്കാം. 2 ഈരടികളാണ് തന്നിരിക്കുന്നത്. അതിലെ കറക്റ്റായിട്ടുള്ള കൃതികൾ ഏതാണ് വരുന്നത് എന്നുള്ളതാണ്. സ്തന്നിധം കേട്ട ചാതകങ്ങളെ പോലെ മനസ്സിൽ സമ്മോദം കലർന്നു മേവിനാർ, ഒടിഞ്ഞു തൂങ്ങിനാർ മേഘത്തിൻ നാദം കേട്ടീടിന ചാതജലം പോലെ. അത് ഏതിലെയാണ് വരുന്നത്? ഓപ്ഷൻ 1 ആണ്. ഭാരതം കിളിപ്പാട്ടും കൃഷ്ണഗാഥയുമാണ് വരുന്നത്. നളചരിത കഥാപാത്രങ്ങളുടെ ശരിയായ ഗണമേത്? ഓപ്ഷൻ 1 ആണ് വരുന്നത്. നാരദൻ, സുദേവൻ, ജീവലൻ, വർണ്ണേശൻ. അടുത്തത് നോക്കാം. കഥകളിയിൽ ബാലി, ഭഗൻ എന്നിവരുടെ വേഷമേതാണ്? ഉത്തരം വരുന്നത് ചുവന്ന താടിയാണ്. ഏതാണ്? ബാലി, ഭഗൻ ഏതാണ്? ചുവന്ന താടിയാണ്. അടുത്തത് കാര്യവും കാരണമാണ് കൊടുത്തിരിക്കുന്നത്. കാര്യം, തുള്ളൽ നാടോടി കാവ്യ പാരമ്പര്യ ശാഖയുടെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്നു. കാരണം എന്താണ് പറയുന്നത്? നാടോടി കാവ്യ പാരമ്പര്യത്തിൻ്റെ ലാളിത്യവും വിവരണാത്മകയും തുള്ളലിലുണ്ട്. ഓപ്ഷൻ ബി, നാടോടി കാവ്യ പാരമ്പര്യത്തിലേതുപോലെ തുള്ളലും പുരാണ ഇതിഹാസ ഇതിവൃത്തങ്ങളാണ് സ്വീകരിച്ചത്. അതിലെന്താണ് വരുന്നത്? കാര്യം ശരിയാണ്, കാരണം എ മാത്രമാണ് ശരി. കാരണം എന്താണ്? ഇതിൽ പുരാണ ഇതിവൃത്തങ്ങൾ മാത്രമല്ല തുള്ളലിൽ സ്വീകരിച്ചിരിക്കുന്നത്. അടുത്തത്, വർത്തമാന പുസ്തകം അക്കാലത്തെ ഇതര ഗദ്യകൃതികളിൽ നിന്ന് വ്യത്യസ്തമാണ്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. പ്രമേയം യാത്രാവിവരണമാണ്, വികാരഭരിതമായ ഭാഷ, അന്യോപദേശ സ്വഭാവമുള്ള ഉള്ളടക്കം, ഭാരതീയ പുരാണ ഇതിഹാസങ്ങളിൽ നിന്നുള്ള വ്യാപകമായ ഉദ്ധരണം. ഇതിലേതാണ് കറക്റ്റായിട്ട് വരുന്നത്? വർത്തമാന പുസ്തകത്തെക്കുറിച്ച് പ്രമേയം യാത്രാവിവരണമാണ്, അത് ശരിയാണ്. വികാരഭരിതമായ ഭാഷയുമാണ്. അപ്പം ഓപ്ഷൻ 2 ആണ് കറക്റ്റായിട്ട് വരുന്നത്. എയും ബിയുമാണ് ശരി. വർത്തമാന പുസ്തകം ആരെഴുതിയതാണ്? പാറേമാക്കൽ തോമാക്കത്തനാർ. അടുത്തത് കൊടുത്തിരിക്കുന്നത് ക്ലെമന്റ് പിയാനോസ് തയ്യാറാക്കിയ മലയാള ലിപിമാലയിലെ ലിപികളുടെ എണ്ണം. 1128 ആണ് വരുന്നത്. 1128. അടുത്തത് ചേരുംപടി ചേർക്കാനാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് വരികളും അതിൻ്റെ കറക്റ്റായിട്ട് വരുന്ന ആളുകൾ ഏതൊക്കെ കൃതികളാണ് വരുന്നത് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. നോക്കാം. അതിൽ കറക്റ്റ് ഉത്തരം വരുന്നത് ഓപ്ഷൻ 1 ആണ്. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ, അത് ഏതിലെയാണ്? നളിനിയിലെ വരികളാണ്. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ നളിനി. സ്നേഹിക്കയുണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും, അത് വിചിത്ര വിജയം. എന്താണ്? നമ്മളെ തന്നെ സ്നേഹിക്കാൻ പറയുന്നത് എന്താണ്? വിചിത്ര വിജയമാണ്. ഓക്കെ. അടുത്തത്, സ്നേഹത്തെ കരുതി സ്വയം കഴുകിൽ 100 ആവർത്തി ചത്തിയിടുവിൻ. പ്രരോദനമാണ്. സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം, സ്നേഹത്തിൽ വൃതി നേടുന്നത് ചണ്ടാല ഭിക്ഷുകിയിലെ വരികളാണ്. ഇതെല്ലാം കുമാരനാശാൻ്റെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ പ്രരോദനം എന്താണ്? ARൻ്റെ വിയോഗത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കവിതയാണ്. അപ്പോൾ അടുത്തത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.